എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK ഇരുനില വീട് ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമ്മുടെ മച്ചയിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് നമുക്കൊരു വീട് കൊടുക്കാനുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 4,100 സെൻറ്റ്, സ്ക്വയർ ഫീറ്റ് 1,600 സ്ക്വയർ ഫീറ്റിൽ 3 വലിയ ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന മച്ചയിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 50 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ ഈ വില്ലയിലോട്ടുള്ള ദൂരം വന്നിട്ട് ബാക്കിയുള്ള എല്ലാ വീടും ഒരു നില വീടാണ്. മിക്ക വീടും സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ ആൾ താമസവും വരുന്നുണ്ട്. വീട്ടിലെ ഫ്രണ്ട് വുഡ് ഉപയോഗിച്ചിരിക്കുന്ന പ്ലാവാണ്. ഫ്രണ്ടിൽ ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ള 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു നോർമൽ ഹോൾഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തു ബേസിലായിട്ടാണ് കിഴക്ക് ദർശനമാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 59 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ കാണുന്നത് നമ്മുടെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ ഗ്ലാഡിംഗ് വർക്കിന് കുട്ടീൻ്റെ ഡിസൈൻ വന്ന തേയിലാണ് വരുന്നത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 ഫേസ് ആണ് കണക്ഷൻ വന്നിട്ട് ഇവിടുന്ന് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 11 കിലോമീറ്ററിൻ്റെ അകത്താണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് വന്ന് 15 കിലോമീറ്ററിൻ്റെ അകത്താണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിരിക്കുന്നത് നല്ല നിരന്ന ഫ്ലോട്ടിലാണ്, കരഭൂമിയിലാണ് വീട് വരുന്നത്. വീട്ടിലെ ഫ്രണ്ട് വുഡ് വന്നിട്ട് നമുക്ക് പ്ലാവാണ്. ഡോറെല്ലാം പ്ലാവാണ്. ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഹാളും ഡൈനിങ് സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാളിൽ സീലിംഗ് വർക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അകത്തെ കളറെല്ലാം വന്നിട്ട് ലൈറ്റ് കളറാണ് വരുന്നത്. വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. നമുക്കിവിടെ എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയ വരുന്നുണ്ട്. വലിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട് TV യൂണിറ്റിൽ. ഡൈനിങ് സെക്ഷൻ വന്നിട്ട് നമുക്ക് വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം, മൊത്തം നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ ഡൈനിങ് സെക്ഷനിൽ 4 സീലിംഗ് വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ഇവിടെ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് ആൻസറിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഈ കാണുന്നത് നമ്മുടെ വാഷ് ബേസിൻ. ഫിറ്റിങ്സ് ഉപയോഗിച്ചിരിക്കുന്ന സെറയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെയും സ്റ്റോറേജ് വരുന്നുണ്ട്. അടുത്ത് വരുന്നത് നമുക്ക് ഒരു ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമാണ്. ഇത് നമുക്ക് വലിയ ബെഡ്റൂമാണ്. ഇവിടെ 3 പാളിയിൽ ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അകത്തെ ഡോറുകളെല്ലാം തന്നെ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. കബോർഡിലേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമിലും AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിലും ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. ഈ വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഉപയോഗിച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണാണ്. കിച്ചണിലോട്ട് പോകുന്നത് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട് കബോർഡ് വർക്കിൽ. ഇത് നമുക്ക് ഫോട്ടോസോ ഫ്ലവറോ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോറേജാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ കിച്ചണിലുള്ള ഫ്ലോർ ടൈൽ വന്നിട്ട് ഗ്രിപ്പുള്ള ടൈലാണ്. ഇത് 4x2 ടൈലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. കിച്ചണിൽ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. 2 കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാൾ ടൈൽ വരുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ പോയിന്റ് ഈ കാണുന്ന സ്പേസിലാണ് ഫ്രിഡ്ജിൻ്റെ പോയിന്റ് വന്നിട്ട്. ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ചെയ്ത് ഇറക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് വരുന്നുണ്ട്. കിച്ചണിലെ ഫിറ്റിങ്സ് വന്നിട്ട് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ നമുക്ക് വലിയൊരു വർക്ക് ചെയ്തെടുക്കാനുള്ള സ്ഥലം വരുന്നുണ്ട്. നനകല്ല് ബാക്കിലാണ് വരുന്നത്. വീട്ടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറാണ്. സ്റ്റെയറിൽ ഹാൻഡിലൊക്കെ ചെയ്തിരിക്കുന്നതെല്ലാം സ്റ്റീലാണ്. ഇവിടെ നമുക്ക് 4 പെർഹോള വരുന്നുണ്ട്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്ക് 2 പാളിയിൽ ഒരു ജനലും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാള്. വലിയൊരു ഹാളാണ്. ഇവിടെ നമുക്ക് സീലിംഗിൽ പെർഹോള വരുന്നുണ്ട്. 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റിൻ്റെ ഏരിയ വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ്റെ പോയിന്റും ഇവിടെ വരുന്നുണ്ട്. സ്റ്റെയർ കയറി വരുന്നിടത്താണ് നമുക്ക് ടെറസിലോട്ട് പോകുന്ന ഡോറ് വന്നിട്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഇതും വലിയ ബെഡ്റൂമാണ്. ഇവിടെയും 4 സീലിംഗ് വരുന്നുണ്ട്. 3 പാളിയിലെ കബോർഡ് വർക്കും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4x2 വെട്രിഫൈഡ് ടൈലാണ് വരുന്നത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. അത് പറയാൻ നേരത്തെ വിട്ടുപോയി. അകത്തെ കളറെല്ലാം വന്നിട്ട് ലൈറ്റ് കളറാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്.
ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇവിടെ ഫിറ്റിങ്സ് വെച്ചിരിക്കുന്ന സെറയാണ്. ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. വാഷ്റൂം എല്ലാം വലിയ വാഷ്റൂമാണ് ഇവിടെ വരുന്നത്. വാഷ്റൂമിലെ ഡോറും നല്ല ക്വാളിറ്റി ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെയും 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെയും 4 സീലിംഗ് വരുന്നുണ്ട്. നമ്മുടെ എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് വരുന്നുണ്ട്. കബോർഡിൽ വലിയ രീതിയിലാണ് സ്റ്റോറേജ്. അറ്റാച്ച്ഡ് വാഷ്റൂമിലെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് സെറയാണ് വരുന്നത്. നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഈ കാണുന്നത് നമ്മുടെ ബാൽക്കണി വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ബാൽക്കണിയിലെ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റീലാണ്. ടെമ്പേർഡ് ഗ്ലാസ് വരുന്നുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റും ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഗ്ലാഡിംഗ് വർക്കിന് വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും വലിയൊരു ജനലും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. ഈ വീടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലം മച്ചയിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 50 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ വില്ലയ്ക്കത്തുള്ള ദൂരം വന്നിട്ട്. ഈ വില്ലയ്ക്കകത്ത് നമുക്ക് ഈ ഒരു വീട് മാത്രമേ 2 നിലയിട്ടുള്ള വീടുള്ളൂ. ബാക്കിയെല്ലാം 1 നിലയാണ്. മിക്ക വീട്ടിൽ സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ ആൾ താമസവും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 59 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്. ഈ വീടിരിക്കുന്ന 4,100 സെൻറ്റ്, സ്ക്വയർ ഫീറ്റ് 1,600 സ്ക്വയർ ഫീറ്റിൽ 3 വലിയ ബെഡ്റൂമും 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർപോർ ചേരി വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. 3 ഫേസ് നമ്മൾക്കൂടെ കണക്ഷൻ വന്നിട്ട് 3 ഫേസ് ആണ് വരുന്നത്. ഈ വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചുറ്റുള്ള കിഴക്ക് ദർശനമാണ് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ബസ് ഇറങ്ങി നടന്നു വരാനുള്ള ദൂരം മാത്രമേ വില്ലയ്ക്കത്തുള്ള ദൂരം വന്നിട്ട്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 15 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് വാങ്ങാനോ ഈ വീടിൻ്റെ ഡീറ്റെയിൽ പറയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് കാണാം. ഇതൊരിക്കലും ബൈ.